അലമാരി ഉണ്ടാക്കിയപ്പോ ഈ സാധനം ഇങ്ങോട്ട് എന്തൊക്കെയാണോ ഇങ്ങോട്ട് കാണിക്കുക എന്റെ വീഡിയോ നീ വേടി എന്തൊക്കെയാണോ പഴയ സാധനങ്ങൾ എവിടെയൊക്കെയാണോ പണിയെടുക്കാൻ പോകണോട് കിട്ടുന്നത് അവിടത്തെയൊക്കെ സാധനങ്ങൾ വലിച്ചു വാരി കൊണ്ടുവരും. എന്നിട്ട് ഇത് ഈ അകത്തിനുള്ളിൽ കയറ്റി വെക്കലാണ് പതിവ്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇതാക്കാനോ ബാക്കിയുള്ളതിനോ ഉള്ള അവകാശമില്ല. ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കണ പോലെ. അപ്പൊ ഇനി നിങ്ങൾ ഉമ്മാന്റെ അടി കൂടെ വെപ്പ് എന്താണ് ഈ സാധനം വൃത്തിയാക്കുമ്പോഴും ഈ ഒരു സംഭവം ഇതാ അടി കൂടുള്ള വെപ്പാണ്. നിങ്ങൾ ചോദിച്ചില്ലേ തകിട് 1 രൂപ അരി ഇതൊക്കെ നിങ്ങൾ കാണണം. എന്താണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ കുറിച്ച് ഇതാ ഈ പൂവില്ലേ ഇത് വാടിയിട്ട് അധികം ദിവസമായിട്ടില്ല. ഈ പൂവ് അധികം ദിവസമായിട്ടില്ല. തകിട് ഇതൊന്നും കൈ കൊണ്ട് തൊടാനേ പാടില്ല പഠിച്ചോനെ. ഇതാ 1 രൂപ അരി ഈ ഒരു കാണിക്കേ ഈ ഒരു സാധനങ്ങള് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ. എന്തിനാണ് എന്നെ കാണണ്ടാടാ? എന്തിനാണറിയോ? ഞാനും മക്കളും ഇവിടുന്ന് തല്ലുകൂടി തെറ്റി ഇവിടുന്ന് മനസ്സ് മുട്ടി മാറി ഇവിടുന്ന് പോണം. ഇതായിരുന്നു പണ്ടും എന്റെ കേൾക്കുള്ള ടൈമിലും പണ്ടും ഞങ്ങളുടെ വേറെ വെക്കല് ഈ ഒരു സംഭവം. ഇത് പടച്ചോനായിട്ട് എനിക്ക് കാണിച്ചതാണ്. പടച്ചോൻ ഓരോന്ന് എനിക്ക് എന്റെ മക്കൾക്കും കാണിച്ചു തരുന്ന സംഭവമാണ്. ഈ ഒരു പെറ്റ തള്ള ചെയ്യണ പരിപാടിയാണ്. 2 കൂടും തകിട് കൊടുന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഡപ്പ ഇത് പൂട്ടിയിട്ടാണ് പോവല്. ഈ സാധനം പൂട്ടാൻ പറ്റും. ഈ സാധനം ഞാൻ നോക്കലേ ഇല്ല. അപ്പൊ എനിക്കെന്തറിയോ, ഞാൻ ഇക്ക മരിച്ചതിന് ശേഷം എന്റെ താലി ചെയിനും ഞാൻ ഇന്നലെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ കെബീർ പറഞ്ഞിട്ടുള്ള ഒരു ലോക്കറ്റ്, ആ ലോക്കറ്റും ഇതിനുള്ളിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ചാവി കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ സാധനല്ലേ ഇവിടെ നോക്കടാ, നമുക്ക് ഈ സാധനല്ലേ ഇതിങ്ങനെ അത് ഉമ്മാക്കറിയില്ല. ഇതിങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ട് വലിച്ചു പറഞ്ഞാൽ ഈ സാധനം വരും. പൂട്ടിന്റെ സംഭവം ഈ പൂട്ടിന്റെ ആവശ്യമില്ല. അപ്പൊ സ്വന്തം മകളിലെ പേരക്കുട്ടികളെ ഇവിടുന്ന് മനസ്സ് മുട്ടി ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ടും 2 പെൺകുട്ടികളെ ഇവിടെ ഇപ്പൊ 2 മാസം വെക്കേഷനാണ്. ഞാൻ പോയിട്ട് വേണം അവർക്ക് ഇവിടെ വന്നിരിക്കാൻ. അതിന് വേണ്ടി ചെയ്തു വെച്ചാണ്. എന്താണ് അടികൂടുള്ള പണി എന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് അടികൂടുള്ള പണി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട്. നമ്മുടെ നബിക്ക് പോലും സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പഠിച്ചത് ഒരു വിവരം. അപ്പൊ നമ്മുടെ നബിന്റെ അനുയായികളായ നമുക്ക് എന്തായാലും ബാധിക്കും. അപ്പൊ ഇത് കണ്ടല്ലോ, ഇത് എന്റെ പടച്ചോൻ എനിക്ക് കാണിച്ചു തന്നാണ്, എനിക്ക് എന്റെ മക്കൾക്കും കാണിച്ചതാണ്. അപ്പൊ ഞാൻ ഇതെന്തായാലും ഇതൊക്കെ എടുത്ത് വലിച്ച് പുറത്തിടാൻ പോവാണ്. ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ഇവിടെയൊക്കെ ഞാൻ വരുന്ന ടൈമിൽ ഫുൾ മുഷിഞ്ഞു കിടക്കായിരുന്നു. ഇവിടെയൊക്കെ ഞാനാണ് എല്ലാ പൈസയും മുടക്കി ഇറക്കി എല്ലാ പൈസയും 2 ലക്ഷം ഉറുപ്പ്യ ഞാൻ ഈ വീട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. 10,60,000 ഉറുപ്പ്യന്റെ ഗോൾഡ് ഉമ്മാക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ 10,000 ഉറുപ്പ്യന്റെ അടുത്ത് 10,15,000 ഉറുപ്പ്യന്റെ അടുത്ത് ഞാൻ ഇവിടെ പെയിന്റ് അടിച്ചിട്ടും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ 1.5 കൊല്ലായിട്ട് ഞാൻ ഉമ്മാനി എന്റെ അനിയത്തിമാര് വരുമ്പോ 15 ദിവസം 20 ദിവസം, രണ്ടാമത്തെ അനിയത്തി 15 ദിവസം 20 ദിവസം, മൂന്നാമത്തെ അനിയത്തി വരും 15 ദിവസം 20 ദിവസം. ഞാൻ ഒരു സാധനം പൂട്ടി വെക്കലും എടുത്തു വെക്കലില്ല. ഞാൻ മാർജിൻ ഫ്രീന്ന് എങ്ങനെയാണോ സാധനങ്ങൾ വെച്ചത് അതങ്ങനെ ഞാൻ ഈ അടുക്കളയിൽ കൊണ്ടുവരും. കാരണം ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കണോണ്ട് എനിക്ക് തീയിന്റെ ഗ്യാസിന്റെ ആവിയൊന്നും കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 1.5 കൊല്ലായിട്ട് ഞാൻ ഈ അടുക്കള ഭാഗത്തേക്ക് വരലില്ല. ഞാൻ ഇപ്പോഴാണ് ഈ അടുക്കള ഭാഗത്തേക്ക് വരല്. അപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കലാണ് പതിവ്. ഉമ്മ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ബില്ലിട്ടാ മതി പറഞ്ഞിട്ട് ഞാൻ എത്തിക്കലാണ് പതിവ്. കാല് വേദനയ്ക്ക് നിൽക്കാൻ വയ്യ. അപ്പൊ ഇന്ന് 4 മണിക്ക് എണിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ ഉമ്മ എന്റെ അനിയത്തിമാര് ഇതുവരെ ഉമ്മാന്റെ ഗണത്തിലോ അനിയത്തിമാര് സഹോദരങ്ങളുടെ ഗണത്തിലോ പെടുത്താൻ പറ്റില്ല. ഇപ്പൊ എന്റെ 2ാമത്തെ അനിയത്തിന് ഞാൻ നല്ലത് പറഞ്ഞല്ലോ. എന്റെ 2ാമത്തെ അനിയത്തിക്ക് ഇവിടെ 9:30 മണിക്ക് TV ഇട്ട 11:30 വരെ TV കാണുന്നുണ്ട്, സീരിയലിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ടിവിയിലെ ഇപ്പൊ കാണിച്ചു തരാം. ഇതാ കാണുന്ന TV, ഈ സംഭവം ഈ TV ഇപ്പൊ ഞാൻ അന്ന് ഉംറയ്ക്ക് പോകണ അമ്മായി മാമ അവിടെ പോയി 1 മാസം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഈ ടിവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് ഈ ടിവി ഇടയ്ക്കിടയ്ക്ക് ഓഫാവും. 2 മിനിറ്റ് കൂടുമ്പോൾ ഇത് ഓഫാവും. അപ്പൊ ഈ 6:30ക്ക് TV പകലും സീരിയൽ കാണുന്നുണ്ടാ. പകല് തൊഴിലുറപ്പിന് ഇതിനൊന്നും പോയില്ല, പണിക്ക് പോയില്ല പറഞ്ഞ ഈ കട്ടിലിൽ കടന്ന് സീരിയൽ കാണലാണ് പണി. ഈ സീരിയല് കണ്ടിട്ടാണ് നാശമാവണത്. എങ്ങനെയൊക്കെ അമ്മായിമ്മമാരും ഉമ്മമാരും വേറുള്ളവരും എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. ഇനി ഞാൻ സീരിയലുകാരനെ നേർക്ക് തിരിഞ്ഞെന്ന് പറയണ്ട, പക്ഷെ സത്യം അതാണ്. കാരണം പഠിച്ച വിവരം ഇവർക്ക് ഇല്ല. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവര് ചെയ്യുന്ന പരിപാടികളാണിത്. എന്നിട്ട് ഈ സീരിയല് എന്താണ് കണ്ടിട്ട് ഈ 2 മിനിറ്റ് കൂടുമ്പോ ഈ TV ഓഫ് ആവും. ഈ TV ജാമ്പുവാന്റെ കാലത്തുള്ള TVയാണ്. ഇവിടുത്തെ TV കേട് വന്നപ്പോ 2 TV ഞാൻ മേടിച്ചു. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവിടുത്തെ TV
ഓണാണോ? വീഡിയോ ഓണാണോ? അതല്ല എന്താ പറയാ വേറെ ഒരു താത്ത. ശരി ശരി. വീഡിയോ ഓണാണല്ലോ. വീഡിയോ ആണോ? അപ്പൊ വീഡിയോ ക്യാമറമാൻ നമ്മുടെ ഷാരിക്ക് മോനാണ് കേട്ടോ. കാണിച്ചിട്ട് ഇത് ഞാൻ കാണിച്ച് എല്ലാവരെയും ഞാൻ വിളിച്ചുണർത്തി ഈ സംഭവം കാണിച്ചാണ്. ഉമ്മമ്മാന്റെ എല്ലാ മക്കളും അറിയണം. എന്റെ മക്കൾ അറിയണം. എന്റെ മക്കള് അറിയാത്ത ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. കാരണം ഇപ്പൊ വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, ഏതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോണത്. അടുത്ത് അവര് വളർന്നു വരുന്ന അവര് നാളെ അവരുടെ ഉപ്പാനെ പോലൊരു വ്യക്തി ആവുമ്പോൾ എന്തൊക്കെ നമ്മൾ നേരിട്ടു എന്ന് എന്റെ മക്കൾ അറിയണം. എന്റെ മക്കൾ അറിയാത്ത ഒരു കാര്യം മക്കളുടെ മുന്നിൽ അങ്ങനെ പറയാൻ പറ്റും. എടോ, മക്കളുടെ മുന്നിലാണോ തുണി നോക്കി കാണിക്കുന്നത്? മക്കളുടെ മുന്നിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഷാജിദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, ഷാജി ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടത് കണ്ടു. സ്വന്തം ഉമ്മാനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ ഉമ്മ ഇങ്ങനെ ആവാൻ കാരണം വിദ്യാഭ്യാസവും ഇതൊന്നുമില്ല, പക്ഷേ സീരിയൽ 24 മണിക്കൂറും സീരിയൽ കാണും. തൊഴിലുറപ്പിന് പോവാത്തതുകൊണ്ട് സീരിയൽ ഇരുന്ന് കാണും. ആ സീരിയൽ കണ്ടതിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ ആയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മക്കൾ ഇതൊക്കെ കണ്ട് തന്നെ വളരണം. മക്കൾ ഞാൻ ഏത് സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എന്ന് മക്കളെല്ലാം കണ്ട് വളരണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മക്കളുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് എടുക്കുന്നത് എന്നാണ് പുള്ളിക്കാരി ന്യായം പറയുന്നത്. എന്തായാലും ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ാണോ ഈ അരക്കുന്ന കീപ്പിട്ടുള്ള അനാവശ്യങ്ങൾ പറയുന്നത്? എന്റെ അനിയത്തിമാരുടെ മക്കൾ വന്ന വായി തോന്നിയ അനാവശ്യമാണ്. കള്ളൂടി എന്റെ മക്കള് അനാവശ്യേ പറയൂ. അപ്പൊ അവൾക്ക് ഞാൻ 1:30-2 മണിക്ക് അപ്പൊ ആ ടിവിന്റെ കാര്യം അങ്ങനെ ആ ടി.വി. ഈ മിനിറ്റ് ഓഫ് ആകുമ്പോ ഈ തള്ള ഇവിടെ നിന്ന് എണിച്ചു പോയി ആ ടി.വി. ഓണാക്കി കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ ആലോചിച്ചോളൂ. എന്റെ കുട്ടികൾക്ക് കൊച്ചു ടി.വി. വെച്ചു കൊടുക്കാറില്ല. 1.5 കൊല്ലമായിട്ട് നേരെ പിടിക്കാൻ പോകും. 1.5 കൊല്ലമായിട്ട് കേബിളിന്റെ ബില്ലും കറന്റ് ബില്ലും ബാക്കിയുള്ളതും വെള്ളത്തിന്റെ ബില്ലും എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന എന്റെ കുട്ടികൾക്ക് ടി.വി. ഇട്ട് കൊടുക്കാറില്ല. കൊച്ചു ടി.വി. ഇട്ട് കൊടുക്കാറില്ല. എന്നിട്ടാണ് ഞാൻ റൂമില് എന്റെ കൈവിർക്ക എനിക്ക് മരിച്ചു പോണതിന് മുന്നേ LED ടി.വി. മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വാടകയ്ക്ക് ഇരിക്കുന്ന ടൈമില് എനിക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. എനിക്ക് മേടിച്ചു തരാത്ത സാധനങ്ങളില്ല. വാഷിംഗ് മെഷീന് എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞപ്പോ 4ാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് ആ സാധനം മേടിച്ചു തന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് മാത്രം ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം എന്താണ്, വാടക പെരകൾ മാറുന്ന ടൈമില് ഫ്രിഡ്ജ് തൂക്കിയിട്ട് നടക്കാൻ പറ്റില്ല. ഫ്രിഡ്ജ് തൂക്കിയിട്ട് നടന്നാൽ ഫ്രിഡ്ജിന്റെ അടിഭാഗം പോയാൽ പിന്നെ അത് കത്തിക്കൽ കഴിഞ്ഞു. അപ്പൊ 10-25,000 റുപ്യ നമ്മൾ അതിന് നഷ്ടപ്പെടും. അപ്പൊ ഇക്ക എന്തിനു വേണ്ടിട്ട് മോനെ കൈ അടയുണ്ടാവും. മോനെ ചാതുർമ്മ പിടിച്ചടാ ക്യാമറ. നീ മാറിക്കോ ഷാരിക്ക് പോയി പല്ലിച്ചാ പല്ലിച്ചിട്ട് ബാബു നിർദ്ദേശിക്കില്ല. ഷേപ്പ് പോ നിസ്കരിക്കാനോ ഉള്ളെടുത്തിരിക്കാൻ വന്നോ വേമ്പോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എന്റെ മക്കള് നശിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. എന്നിട്ടും നീ എന്താ ഇവിടുന്ന് വാടക വീട്ടിലേക്ക് മാറാത്തെന്ന് ചോദിച്ചാ 15 കൊല്ലം ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ലടോ. എന്തിനാണോ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് എന്റെ ഇക്ക പറഞ്ഞയച്ചിട്ടില്ല. എന്താണ് എന്റെ ഉമ്മ എന്താണ്, എന്റെ അനിയത്തിമാരെന്താണ്, അവരുടെ ക്യാരക്ടർ എന്താണെന്ന് എന്റെ ഇക്കാക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ എന്റെ മക്കളിനെ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല. അതിന്റെ മുന്നേ ഇവിടെ ഇക്ക മരിക്കുന്നതിന്റെ ഒരു കൊല്ലം മുന്നേ 1-2 കൊല്ലം മുന്നേ 6 മാസത്തെ 6 മാസം കൊണ്ട് ഞങ്ങൾ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങാം, കുട്ടികളെയും മക്കളെയും അവിടെ ഇരുത്തിയും ഇവളിനെയും അവിടെ ഇരുത്തിയും എന്ന് പറഞ്ഞിട്ട് ഇക്ക ഞാൻ വരില്ല, ഞാൻ വന്നു പോവില്ല, അവള് എന്റെ അടുത്തേക്ക് വന്നോട്ടെ, ആഴ്ചയിൽ ഞാൻ അവിടെ കടന്റെ റൂമുണ്ട് അവിടെ വന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്ക ഈ ഇമ്മാനോടല്ല എന്നോട് പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ 6 മാസം എനിക്ക് ഇതന്നെയായിരുന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. എന്റെ മക്കളെ എന്നെയും ഓരോന്നെന്ത് ഉണ്ടാക്കി വിട്ടോ എനിക്കറിയില്ല. വീട് വെക്കാന് മറ്റത് മറിച്ചത് അങ്ങനെ പിറു ഡെയിലി എനിക്ക് കേട്ട് മടുത്തിട്ട് ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വീട് നോക്കി ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല, എനിക്ക് മെന്റലി പ്രഷർ കയറാണ്. അങ്ങനെ എന്റെ ഇക്കുള്ള ടൈമിലെ എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഈ 2 കൊല്ലമൊന്നുമല്ല, ഇതിന് മുന്നേ ഞാൻ ടോർച്ചറിങ് അനുഭവിച്ചിട്ട് വന്നത്. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലോ വേറുള്ളതോ ഞാൻ സോഷ്യൽ മീഡിയയിൽ 2 കൊല്ലമായിട്ടേ വന്നിട്ടുള്ളൂ. എന്റെ ഇക്ക മരിക്കുന്നിടത്ത് നിന്നുള്ള A to Z കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പറയണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തിനാ ഇങ്ങനെ. ഞാൻ പറയാം, നിസ്സാരം സോഷ്യൽ മീഡിയയിൽ 1 ഹൈ ലെവലിൽ നിൽക്കുന്ന പ്രണവ്, പ്രവീൺ, ഇവർ ഏട്ടൻ അനിയനാണ്. ഇവരുടെ പേരെടുത്ത് പറയാന്ന് പറഞ്ഞാല് അവര് അത്രയും ഫ്രണ്ട്ഷിപ്പില് അത്രയും റീൽസും കാര്യങ്ങളും അവർ യൂട്യൂബൊക്കെ കണ്ടിട്ട് നമുക്ക് പ്രചോദനമായിരുന്നു. അമ്മേനോടും അച്ഛനോടും ഉള്ള സ്നേഹം, കെട്ടുന്നതിന്റെ മുന്നേ മരുമകൾക്കും അമ്മായിമ്മനോടുള്ള സ്നേഹമൊക്കെ ഞാൻ കണ്ടതാണ്. എന്റെ പേഴ്സണലി പറയാം, കണ്ടപ്പോ എനിക്ക് തോന്നി ഇത്രയും നല്ല കുടുംബമില്ലല്ലോ, ഇത്രയും നല്ല ഏട്ടന്. പക്ഷേ ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടിനെ തല്ലി പുറത്താക്കി ഇതാക്കി അവര് വേറെ വീടെടുത്ത് താമസിച്ച് അവര് ലൈവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ
യൂട്യൂബറായ ഷാജിക്കും ഷാജിന്റെ പ്രശ്നങ്ങളും മക്കളുടെ പ്രശ്നങ്ങളും എനിക്ക് യൂട്യൂബിൽ ഇടാം. ഓക്കെ, അപ്പോ ഞാന് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോഴും ആ മരുമകളും മുണ്ടില്ല, അമ്മയും അച്ഛനും ആ പേരക്കുട്ടികളും മകനുമായിട്ട് മുണ്ടും. അതങ്ങനെയാണ്, അമ്മയും അച്ഛനും വേഗം ഇതാകും. മരുമകൾക്ക് അനുഭവിച്ചത് കുറച്ച് ഊന്നെടുത്തേക്ക് മുണ്ടവിടെ അനുഭവിച്ച മരുമകൾക്ക് കുറച്ച് അവൾക്ക് അത് റിക്കവർ ചെയ്ത് വന്ന് അവരടുത്ത് മിണ്ടാൻ കുറച്ച് ടൈം എടുക്കും. അവരോട് ഞാൻ ഡെയിലി വീഡിയോസ് കാണുന്ന ആളാണ്, അവരുടെ ഏട്ടന്റെ അനിയന്റെയും വീഡിയോ കാണുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് എന്താ പറയാന്ന് വെച്ചാല് ഇതാണ് അമ്മ, അച്ഛൻ, സ്വന്തം പെറ്റ ഉമ്മ, ബാക്കിയുള്ളത്. ഇനി ഇതെന്താ ലേറ്റ വന്നിട്ടുള്ളൂ. എന്റെ ഇക്ക മരിക്കുന്നോടത്ത് നിന്നുള്ള A to Z കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തിനാ ഇങ്ങനെ. ഞാൻ പറയാം, നിസ്സാരം സോഷ്യൽ മീഡിയയിൽ വൺ ഹൈ ലെവലിൽ നിൽക്കുന്ന പ്രണവ്, പ്രവീൺ, ഇവർ ഏട്ടൻ അനിയനാണ്. ഇവരുടെ പേരെടുത്ത് പറയാന്ന് പറഞ്ഞാല് അവര് അത്രയും ഫ്രണ്ട്ഷിപ്പില് അത്രയും റീൽസും കാര്യങ്ങളും അവരുടെ യൂട്യൂബൊക്കെ കണ്ടിട്ട് നമുക്ക് പ്രചോദനമായിരുന്നു. അമ്മേനോടും അച്ഛനോടുമുള്ള സ്നേഹം, കെട്ടുന്നതിന് മുന്നേ മരുമകൾക്കും അമ്മായിമ്മനോടുള്ള സ്നേഹമൊക്കെ ഞാൻ കണ്ടതാണ്. എന്റെ പേഴ്സണലി പറയാം, കണ്ടപ്പോ എനിക്ക് തോന്നി ഇത്രയും നല്ല കുടുംബമില്ലല്ലോ, ഇത്രയും നല്ല ഏട്ടന്. പക്ഷേ ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടിനെ തല്ലി പുറത്താക്കി ഇതാക്കി അവര് വേറെ വീടെടുത്ത് താമസിച്ച് അവര് ലൈവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബറായ ഷാജിക്കും ഷാജിന്റെ പ്രശ്നങ്ങളും മക്കളുടെ പ്രശ്നങ്ങളും എനിക്ക് യൂട്യൂബിൽ ഇടാം. ഓക്കെ, അപ്പോ ഞാന് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോഴും ആ മരുമകളും മുണ്ടില്ല, അമ്മയും അച്ഛനും ആ പേരക്കുട്ടികളും മകനുമായിട്ട് മുണ്ടും. അതങ്ങനെയാണ്, അമ്മയും അച്ഛനും വേഗം ഇതാകും. മരുമകൾക്ക് അനുഭവിച്ചത് കുറച്ച് ഊന്നെടുത്തേക്ക് മുണ്ടവിടെ അനുഭവിച്ച മരുമകൾക്ക് കുറച്ച് അവൾക്ക് അത് റിക്കവർ ചെയ്ത് വന്ന് അവരടുത്ത് മിണ്ടാൻ കുറച്ച് ടൈം എടുക്കും. പറയണ കേട്ടോ. അപ്പോൾ പ്രവീൺ പ്രണവിനാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അവർക്ക് യൂട്യൂബിൽ ഇടാമെങ്കിൽ എനിക്കും യൂട്യൂബിൽ ഇടാം. അവരത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അത് അവർ ഡിലീറ്റ് ചെയ്തു. പിന്നെ അവർ ഒന്നിക്കുകയും ചെയ്തു. ഇപ്പോൾ മൃദുല ഒന്നിച്ചിട്ടില്ലെങ്കിലും പ്രവീൺ പോയിട്ട് അച്ഛനും അമ്മനെയും ഒക്കെ കണ്ടു. അവർ സന്തോഷത്തോടു കൂടി അവരിതായിട്ട് ആ സമയത്ത് ഞാൻ ചെയ്തത് തെറ്റിയെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. അവർ വേറൊന്നും അവരിതായിട്ടില്ല. അവരതോടുകൂടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഷാജിദ അതല്ല ചെയ്യുന്നത്, നിരന്തരം ഓരോരുത്തരും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം ഉമ്മാനെയാണ് ആ കുറ്റം പറയുന്നത് എന്ന് ഷാജിദ ചിന്തിക്കണം. ഇപ്പം പ്രവീൺ പ്രണവ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അവരറിയാതെ അത് ചെയ്തു പോയി. അവർക്കത് തെറ്റാണെന്ന് മനസ്സിലായി. ഞങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവരത് തെറ്റ് തിരുത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ് അത്. ഞാൻ അത് പറയുന്നില്ല, ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അതൊരു മിസ്റ്റേക്ക് പറ്റിയത് തന്നെയാണ്. ആ ഒരു വീഡിയോ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. സ്വന്തം അച്ഛനെയും അമ്മയെ കുറിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് അവരുടെ തെറ്റ് തന്നെയാണ്. പക്ഷേ അവരത് തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി കഴിഞ്ഞു. അതിപ്പോൾ ഇവിടെ പറയേണ്ട വിളമ്പേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഷാജിദയോട് പറയാനുള്ളത്. ഷാജിദ എന്താണ് ചെയ്യുന്നത്? നിരന്തരം ഉമ്മാനെയും അതുപോലെ സഹോദരങ്ങളെയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീ തന്നെയാണ് ഉമ്മാക്ക് അത് വാങ്ങിച്ചു കൊടുത്തു, ഇത് വാങ്ങിച്ചു കൊടുത്തു, കമ്മൽ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടത്. അപ്പോൾ എല്ലാവരും സ്നേഹമാണെന്ന് കരുതി. ഇപ്പോൾ ഇതാ പറയുന്നു ഉമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ ഉമ്മ എന്താ പറയുക, സഹി കെട്ടിട്ടായിരിക്കും നിന്റെ മുമ്പിൽ അങ്ങനെ ഡാൻസ് ചെയ്യുന്നതും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും. ആ ഉമ്മ അത്രയ്ക്ക് മാത്രം വേദനിക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പം നിനക്കത് പറ്റില്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ആ ഉമ്മാൻ്റെ വീടല്ലേ അത്. നിനക്ക് പറ്റുന്നിടത്ത്, നിനക്ക് സമാധാനം കിട്ടുന്നിടത്ത് നീ പോയി താമസിക്കണം. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഓരോരുത്തർക്കും അതാണ് പറയാനുള്ളത്. ഓരോരുത്തരും വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി അപ്പോൾ പ്രവീണും പ്രണവിനെയാണ് ഇപ്പോൾ പുള്ളിക്കാരി പിടിച്ചിട്ട് അവർക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള വെല്ലുവിളിച്ചിട്ടൊക്കെ പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ആൾക്കാരുണ്ട്, തങ്ങന്മാര്, നമ്മുടെ നബിന്റെ അനുയായികൾ, നബിന്റെ പിൻപറ്റി വരുന്ന തങ്ങന്മാരുണ്ട്. അവരടുത്ത് നമുക്ക് പോവാം. നമുക്കറിയാത്ത ദിക്കറും സലാത്തുകളും അവർക്കറിയാം. അവര് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഇന്ന അസുഖത്തിന് ഇന്നത് ചെയ്താൽ മതി, ഇന്ന അസുഖത്തിന്. അങ്ങനെ എനിക്ക് അറിയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അറിയുന്നത് പറഞ്ഞാൽ ഇവരെന്നായിട്ട് പരിചയപ്പെടുത്തിയത്. 1.5 കൊല്ലം എന്റെ അനിയത്തി ഇവിടെ പ്രാന്തിയായിട്ട് ഇരുന്നപ്പോ ആ തങ്ങളാണ് അവിടെ നിന്ന് എന്റെ അനിയത്തിക്ക് ഇവിടെ നിന്നിട്ട് ഇതുവരെ മുടി ഉണ്ടായിരുന്നു. അവള് അമ്മായിമ്മിന്റെ അമ്മൂസിന്റെ പ്രഷർ കാരണം കൊണ്ട് ഈ ക്വാർട്ടേഴ്സിൽ അവള് വീട് വാടകയ്ക്ക് എടുത്ത് ഇത്രയ്ക്ക് മുടി മുറിച്ചു. ഇത്രയ്ക്ക് അന്നൊക്കെ ഞാൻ കോയമ്പത്തൂർ എവിടെയൊക്കെയാണ് എന്റെ ഇക്കാനോട് ഇത്രയ്ക്ക് മുടി മുറിച്ചു. എന്നിട്ട് അവള് പ്രാന്തിനെ പോലെ, കുട്ടി ചെറിയ കുട്ടിയാണ്, 1 വയസ്സ് പോലും അല്ല, ചെറിയ കുട്ടി, 5-6 മാസമായ കുട്ടി. ഇവനെ കാട്ടി മൂത്തതാണ് കേട്ടോ കുട്ടി. ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോ അവള് പ്രസവിച്ചിരുന്നു. അപ്പൊ ആ കുട്ടീനെ
പാല് കൊടുക്കാണ്ടും വേറൊന്നും ചെയ്യാണ്ട് ഇവള് മുക്കില് പ്രാന്തിനെ പോലെ അവളുടെ അമ്മായിമ്മയും അവളുടെ കെട്ടിയവനും കാരണം മെന്റലി പ്രഷറായിട്ട് അവള് ഇവിടെ വീട്ടിൽ 1.5 കൊല്ലം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ 1.5 കൊല്ലം ചെലവിന് കൊടുത്തതും ഈ 1.5 കൊല്ലം അവളെ നോക്കിയതും എടുത്തതും ഒക്കെ എന്റെ ഉമ്മയാണ്. എന്നിട്ട് ഈ പറയുന്ന തങ്ങളുടെ അടുത്ത് തങ്ങളുടെ മോള് ഇവിടെ താമസിച്ചു. അതിന് പറഞ്ഞാല് നമ്മൾക്ക് അറിയണ തങ്ങന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത അറിവ് നമ്മൾ പഠിച്ച മദ്രസയിൽ പഠിച്ച പഠിപ്പിന് നമ്മൾ ചെയ്യേണ്ടതാണ് സലാത്ത് ദിക്റുകള്, നമുക്കറിയാത്ത കുറെ സൂറത്തുകള് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു തരുന്ന നമ്മുടെ നബിന്റെ അനുയായികളാണ് ഈ തങ്ങന്മാര് പറഞ്ഞത്. നബിന്റെ ചര്യ പിൻപറ്റി ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ തങ്ങന്മാര് എന്ന് പറയുന്നത്. അവർക്ക് കുറച്ചും കൂടി നമ്മളെ കാട്ടി ഒരു പദവി മേലെ തന്നെയാണ്. അവർക്കുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കന്നെ വേണം. കാരണം അവരത് പിൻപറ്റി ജീവിച്ച് ഇത്ര കാലം ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അത് നമ്മുടെ കുറെ ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ പറയുന്ന തങ്ങന്മാരുണ്ട്. അപ്പൊ എനിക്ക് അതിലാണ് വിശ്വാസം. എനിക്ക് ആ തങ്ങന്മാര് പറഞ്ഞു തരുന്ന ദിക്റും സലാത്തും ബാക്കിയുള്ളതാണ് ഞാൻ ചെയ്തിട്ട് നടക്കുന്നത്. എനിക്ക് ഈ സംഭവത്തിൽ വിശ്വാസമില്ല. എന്നെ കൂട്ടിയിട്ട് പോയപ്പോൾ ഞാൻ ആ പൂജന്റെ മുന്നിൽ ഇരിക്കലും ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം 4-5 മാസം എന്റെ റംലത്ത് പറഞ്ഞ എന്റെ ഇക്കാന്റെ പെങ്ങള് ഉണ്ടാണ്ടിരിക്കോ, ഇക്കാന്റെ പെങ്ങൾ എനിക്ക് പ്രഗ്നന്റ് വയറ്റിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മാസം അവള് വയറ്റിലുണ്ട്. കാരണം വീഡിയോയിൽ കാണാണ്ടേ, യൂട്യൂബിൽ കാണാത്തോണ്ട്. അവൾ എന്നാ 15 കൊല്ലം എന്താടി നീ എവിടെയടിന്ന് ചോദിച്ചിട്ടില്ല, ആങ്ങൾ എവിടെയടിന്ന് ചോദിച്ചിട്ടില്ല. 2 കൊല്ലം എന്റെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ എനിക്ക് വയറ്റിലുണ്ടാക്കി. എടി റംല, എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിന്റെ ആങ്ങള കബീർ ഉണ്ടാക്കിയ 5 എണ്ണം ഈ വയറ്റിൽ ചുമന്നിട്ടുള്ളൂ. അല്ലാത്തൊരുത്ത എന്റെ വയറ്റിൽ അത്രയും ചീപ്പ് അല്ലടി ഞാന്. അതെന്റെ കെവിർക്കാർക്കും അറിയാം, എന്റെ മക്കൾക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാടി. നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല. സെഫീൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഉമ്മ മകൾക്കെതിരെ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത വീഡിയോ വന്നിരിക്കുന്നത്, ഇട്ടിരിക്കുന്നത്. അതും എടുത്ത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മാനാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ അനിയത്തി പ്രാന്തിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ്. ആ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതെല്ലാം കഴിഞ്ഞ് അവളിപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയല്ലേ. അപ്പോൾ ആ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്തിടേണ്ട കാര്യമുണ്ടോ ഷാജിദ? സ്വന്തം അനിയത്തിയല്ലേ പറയുന്നത്. ആ അനിയത്തിമാർ നിൻ്റെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും അവർ പറയുന്നുണ്ടോ? അവരൊന്നും പറയുന്നില്ല. നിങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തിനാണ് വിളമ്പുന്നത്? അതല്ലേ പ്രശ്നം. അല്ലാതെ ആരും നിന്നെ ഒന്നും പറയാനൊന്നും ചെയ്യാനും വരുന്നില്ല. നിനക്ക് നിൻ്റെ കാര്യങ്ങളും നിൻ്റെ മക്കളുടെ കാര്യങ്ങളും ഇടുവാണെങ്കിൽ നിനക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. നീ എന്തിനാണ് ഉമ്മാനും സഹോദരങ്ങളും കുറ്റം പറയുന്നത്? നിനക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ വേറെ താമസിക്കണം. ഇപ്പം എത്രയോ ഇതില്ലേ, നമ്മൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പല വഴികളും ഉണ്ട്. നമുക്ക് ഒരിടത്ത് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്നിടത്ത് പോയി താമസിക്കണം. ഇത്രയും വരുമാനം ഉണ്ടെങ്കിൽ നീ എന്തിനു പേടിക്കണം? പിന്നെ എന്തിനാണ് അവിടെ അള്ളിപ്പിടിച്ച് താമസിക്കുന്നത്? വേറെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഇവിടുത്തെ ഒരു രൂപ പോലും വേണ്ട, ഒരു സ്വത്തും വേണ്ട, ഒന്നും വേണ്ട, പിന്നെ എന്തിനാണ് അവിടെ ഇത്രയും ഇതായിട്ട് അള്ളിപ്പിടിച്ച് ഇരിക്കുന്നത്? നിനക്ക് നല്ലൊരു എടുത്തിട്ട്, നിനക്ക് നല്ലൊരു വീട് എടുത്തിട്ട് ആ മക്കളെയും കൊണ്ട് നിനക്ക് അന്തസ്സോടുകൂടി നിനക്ക് നല്ലതായിട്ട് ജീവിച്ചൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വെറുതെ എന്തിനാണ് അവർ കുറ്റം പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ട് വെറുതെ സ്വയം നാറുന്നത് എന്തിനാണ്? ഇതെന്താ പറയുക, സ്വന്തം പല്ലിൽ കുത്തിയിട്ട് മറ്റുള്ളവർക്ക് നാറാൻ കൊടുക്കുക എന്ന് പറയില്ല. ആ ഒരു രീതിയാണ് ഷാജിദ ചെയ്തു കൂട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ്. പുള്ളിക്കാരി എന്തോ ഒരു മെൻ്റലി പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടും ഇല്ല, ഒരിടത്തുനിന്നും ഒരു സപ്പോർട്ടും ഇല്ലാതാകുമ്പോൾ നമ്മൾ മെൻ്റലി തളർന്നു പോകും. നമുക്ക് എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് പോലും അറിയില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഷാജിദ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഷാജിദ ആ 5 മക്കളെയും കൊണ്ട് അവിടെ സ്വസ്ഥതക്കേടാണെങ്കിൽ മാറി താമസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം കുറച്ച് സമാധാനം കിട്ടുമല്ലോ. പിന്നെ വെറുതെ നമ്മളവിടെ സമാധാനം ഇല്ലാത്തടത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ എന്തിനാ പിന്നെ പറയിപ്പിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്? അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഷാജിദ ശരിക്കും മെൻ്റലി ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.